കുടിക്കാനുള്ള സ്രോതസ് ഒരു കുഞ്ഞിന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദാഹം വരുമ്പോൾ ആ കുഞ്ഞ് അറിയാതെ തന്നെ ആ കുടിക്കാനുള്ള സ്രോതസ്സിലേക്ക് ഓടിച്ചു. ഇതുപോലെ തന്നെയാണ് ദൈവസന്നിധിയിൽ കർത്താവിനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഏത് വേദനയും വിഷമം വരുമ്പോൾ ആ കുഞ്ഞ് അമ്മ പഠിപ്പിച്ചു കൊടുത്ത ആ ദൈവസന്നിധിയിലേക്ക് അറിയാതെ തന്നെ ഓടിച്ചു. അറിയാതെ തന്നെ ആ മക്കള് അവിടെ ദൈവസന്നിധി ശാന്തമാകും. നമ്മുടെ മക്കളൊക്കെ 10ഉം +2 ഒക്കെ കഴിയുമ്പോൾ വിദേശങ്ങളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഈ +2 വരെ ഉള്ള മക്കള് വിദേശത്ത് പോയി കഴിയുമ്പോൾ അവരുടെ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും എല്ലാവർക്കും വ്യഗ്രതയാണ്. എന്നാൽ ഈ 12 വർഷം ആ അമ്മ തൻ്റെ കുഞ്ഞിനെ നല്ല രീതിയിലാണ് ചേർത്ത് പഠിപ്പിച്ചതെങ്കിൽ ആ കുഞ്ഞ് എവിടെ പോയി കഴിഞ്ഞാലും ഏത് സന്നിധിയിൽ പോയി കഴിഞ്ഞാലും അവർ പ്രാർത്ഥന ജീവിതം കളയുകയില്ല. കാരണം എൻ്റെ അമ്മ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. എൻ്റെ അമ്മ അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അമ്മയായിട്ട് മാറാൻ നമുക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ്.